സന്തോഷകരമായ കാര്യം 17 പേര് ഈ യാത്രയിൽ പങ്കെടുത്തവരെ റിപ്പോർട്ട് തയ്യാറാക്കി എത്തിച്ചു എന്നുള്ളതാണ്. അവർക്കെല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു. മാജിക് പ്ലാനറ്റ് മാറ്റി കോട്ടയം മാംഗോ മെഡോസിലേക്ക് പോകാൻ തീരുമാനിച്ചു. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളവും മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ജൈവവൈവിധ്യ പാർക്ക് കോട്ടയം മാംഗോ മെഡോസിൽ പോയി കാണാനുള്ള ഭാഗ്യം ലഭിച്ചതിന്റെ കാരണക്കാർ നിങ്ങളാണെന്നുള്ളതിൽ തീർച്ചയായിട്ടും പ്രത്യേകമായ നന്ദി നിങ്ങളോട് അറിയിക്കുകയാണ്. നാലാം ക്ലാസ്സില് ഡിവിഷൻ ബിയിൽ 4 ബിയിൽ പഠിക്കുന്ന ദൈത്ത എസ്ആറാണ്. നമ്മളുടെ യാത്ര തുടക്കം മുതൽ ഒടുക്കം വരെ അത്യാവശ്യം കണ്ട കാര്യങ്ങൾ എല്ലാം വീട്ടിൽ ചെന്ന് ആരെ പറഞ്ഞല്ലേ അന്നത്തെ എഴുതുക പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. അച്ഛനും അമ്മയൊന്നും കൂടെ വന്നില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം അല്ലേ? അതുകൊണ്ട് അച്ഛനും അമ്മയും പോയിട്ടുണ്ടോ? അച്ഛനും അമ്മയൊക്കെ അവിടെ നേരത്തെ ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും അവൾ തന്നെ എഴുതുകയാണെന്നുള്ള ഉറപ്പാണ്. തീർച്ചയായിട്ടും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇനിയും ഇതുപോലെയുള്ള റിപ്പോർട്ടുകൾ തുടർന്നും എഴുതണം. തീർച്ചയായിട്ടും ഇവർക്ക് ഏറ്റവും നന്നായിട്ട് റിപ്പോർട്ട് എഴുതിയ കുട്ടികൾക്ക് ഇന്നിവിടെ പ്രോത്സാഹന സമ്മാനമായി നൽകുന്നത് അതും ഒരു യാത്രാ അനുഭവ കുറിപ്പുകൾ അടങ്ങുന്ന മനോഹരമായ ഒരു പുസ്തകമാണ്. ദേശാന്തര യാത്രകൾ. നിങ്ങൾക്കെല്ലാം അറിയാം, മലയാള ഭാഷാ സാഹിത്യത്തിലെ ഏറ്റവും സമ്രാട്ടായ ഒരു ദേശത്തിന്റെ കഥയൊക്കെ എഴുതി പ്രശസ്തനായ SK പൊറ്റക്കാട് മുതൽ NV കൃഷ്ണവാര്യർ, ലളിതാംബിക അന്തർജനം, MD വീരേന്ദ്രകുമാർ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, C രാധാകൃഷ്ണൻ, സേതു ചന്ദ്രമതി, ആലങ്കോട് ലീലാകൃഷ്ണൻ, ഫ്രാൻസിസ് മുഹമ്മദ്, KN ഷാജി തുടങ്ങി 30-32ഓളം പേരുടെ മനോഹരമായ യാത്രാനുഭവ കുറിപ്പുകൾ അടങ്ങുന്ന ഒരു വലിയ പുസ്തകമാണ്. വായിക്കും. നിങ്ങൾക്ക് വല്ല മിഠായി നന്നായിരുന്നെങ്കിൽ അത് മതിയായിരുന്നോ എന്ന് തോന്നുന്നില്ലേ? എന്തായാലും മിഠായി വാങ്ങിച്ചു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മിഠായിയേക്കാൾ മധുരമുള്ള യാത്രാനുഭവ കുറിപ്പുകൾ, വിവിധ സ്ഥലങ്ങളിലേക്ക് നടത്തിയ യാത്രാനുഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ കുറിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക്, ടൂർ പോകാൻ ഇഷ്ടപ്പെടുന്നവർക്ക്, ഇഷ്ടപ്പെട്ടവർക്ക് ഒക്കെ വീണ്ടും പ്രചോദനമാകുന്ന ഒരു യാത്രാനുഭവ കുറിപ്പുകൾ അടങ്ങിയ ഈ പുസ്തകം ഒരു ദിവസം കൊണ്ട് വായിക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാകുമെന്നറിയാം. അതുകൊണ്ട് ബുക്കിന്റെ സൈസ് അല്പം ചെറുതായിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ആയിട്ട് ഇത് വായിക്കുക. ചിലത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും, എല്ലാ അനുഭവക്കുറിപ്പും ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. പക്ഷെ അതുകൊണ്ട് വായിക്കാതിരിക്കരുത്. ഈ വെക്കേഷന് എന്തായാലും ഇത് വായിച്ചു തീർക്കണം.